ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കം. അതൊക്കെ ഈ UDF ഗുണം ചെയ്യുമോ? അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് ഞങ്ങൾ തുറന്നു കാണിച്ചിട്ടുള്ളത്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ, ഈ രാജ്യത്തെ വിശ്വാസികളെ ആകമാനം അമ്പരപ്പിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ അത് അതിജീവിതയ്ക്കൊപ്പമാണ് കോൺഗ്രസ്. രാവിലെ തന്നെ KPCC പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ അഭിപ്രായവും UDF ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് UDF അഭിപ്രായവും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാലത്തും അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. കോൺഗ്രസ് ഈ കേസിലും പരിപൂർണമായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതേ സംബന്ധിച്ച് പറയുമ്പോൾ നേതാക്കൾ അത് എന്താണ്, അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയെ ഞാൻ 100% തള്ളിക്കളയുകയാണ്. സ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർ വ്യക്തത വരുത്തിക്കൊണ്ട് പാർട്ടിയുടെ അഭിപ്രായമാണ് പറയേണ്ടത്. അതിനപ്പുറമായി പറയുന്ന അഭിപ്രായങ്ങളെ ഒരു കാരണവശാലും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെയും UDF അഭിപ്രായങ്ങൾ UDF ചെയർമാനും KPCC പ്രസിഡന്റും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ വിധിയെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അതിജീവിതയ്ക്കൊപ്പം തന്നെ. അതിനകത്ത് ഗൂഢാലോചനയുടെ ഭാഗം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അതേ സംബന്ധിച്ച് ഒരു അഭിഭാഷക കൂടിയായിട്ടുള്ള എനിക്ക് പറയാനുള്ളത്, ഞാനതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.